കാർത്തിക ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. നാളെ നടക്കാനിരിക്കുന്ന മലയാളം സെക്കൻഡിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും കാണാൻ പോകുന്ന ചില ചോദ്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഒന്നും ആൻസേഴ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന്റെ എല്ലാം ആൻസേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി നമ്മൾ നടക്കുന്ന 7 മണിക്കത്തെ ലൈവിലേക്ക് എല്ലാവരും വരിക. അവിടെ നമ്മൾ ഈ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും പാഠസംഗ്രഹവും അതേപോലെ തന്നെ ഉറപ്പായും വരുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും കടന്നു പോകാനും ഒടുവിൽ വിജയം പ്രാപിക്കാനും കഴിയും. ജോസിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവന വിലയിരുത്തുക. ഈ ചോദ്യം എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഉത്തരം നമ്മൾ രാത്രി ഡിസ്കസ് ചെയ്യും. അടുത്ത ചോദ്യം നോക്കൂ. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി ഊത്തുകാലത്തും രക്ഷയില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണോ കാവ്യഭാഗത്തുള്ളത്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. അപ്പൊ ഏട്ടക്കൂരി എന്ന് പറയുന്ന കെത്തളു എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കവിതയിൽ നിന്നും എന്തായാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. അതിന്റെ എല്ലാം ആൻസേഴ്സ് നമ്മൾ രാത്രി ഡിസ്കസ് ചെയ്യും. സോ അപ്പൊ കാണാം. മകനെ, എന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇങ്ങടുത്തു വരൂ. നിന്റെ മുഖത്ത് എന്താണൊരു വല്ലായ്മ? ഒന്നും ഒളിച്ചു വെക്കാതെ എന്നോട് പറയൂ. കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചൂടാ. ഏതായാലും നീ ഭാവിയെ ഓർത്ത് വിഷമിക്കേണ്ട. എല്ലാം നീ ആശിച്ചതുപോലെ ശരിപ്പെടും. ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വരികളാണിത്. ആര് പറയുന്നതാണ്? ഫാദർ പറയുന്നതാണ് അല്ലെ. പാഠസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് ഫാദർ ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നിരൂപണം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു കഥാപാത്ര നിരൂപണം വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഫാദർ ഫ്രാൻസിസിൻ്റെതായിരിക്കും. എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം എഴുതുന്നത്? എല്ലാ കാര്യങ്ങളും നമ്മൾ രാത്രിയിലത്തെ ലൈവില് ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്റെ കുട്ടികൾ കറക്റ്റ് ആയിട്ട് അവിടെ എത്തുക. അടുത്ത ചോദ്യം നോക്കൂ. ആദിമകാവ്യവും പഞ്ചമവേദവും 5 നീതിപ്പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീന എന്നാർ പറയും. എന്റെ ഭാഷ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വരികളാണിത്. കവിയുടെ ഈ ചോദ്യത്തിന്റെ സമകാലിക പ്രസക്തി എന്ത്? മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിന്റെ സമീപനം പരിശോധിച്ച് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് അഭിപ്രായം സമർപ്പിക്കാൻ ചോദിക്കാം, കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കാം, അതേപോലെ തന്നെ ഉപന്യാസം തയ്യാറാക്കാൻ, അങ്ങനെ വ്യത്യസ്ത രീതികളിൽ ചോദ്യങ്ങൾ വരാവുന്ന ഒരു ചാപ്റ്റർ ആണിത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ രാത്രിയിൽ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫുൾ ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ടും അതിൽ നിന്ന് വരുന്ന ഉറപ്പായുള്ള ചോദ്യങ്ങളും നമ്മൾ ഇന്ന് രാത്രി ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് കറക്റ്റ് 7 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ചാനലിലേക്ക് എത്തുക. നാളത്തെ എക്സാം നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് എഴുതാം.